എല്ലാം കൊണ്ടും ശരിയായി അനുജീവികമായിട്ടുള്ള പ്രഖ്യാപനം വരാൻ എല്ലാവർക്കും വളരെയേറെ അഭിമാനത്തോടെ സംബന്ധിച്ചിടത്തോളം നാം മാത്രമല്ല, ലോകത്തിന്റെ പല കോണുകളിൽ കഴിയുന്ന കോഴിക്കോട്ടുകാരെയാകെ മലയാളികൾക്കാകെ ആഘോഷിക്കാൻ കഴിയുന്ന നേട്ടമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ബ്രിട്ടീഷ് അധിനിവേശത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കോഴിക്കോട് വരാൻ തുടങ്ങി എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. മത സാഹോദര്യം ഈ പട്ടണത്തിന്റെ മുഖമുദ്രയും മലബാറിന്റെ ഭാഗമായിരുന്ന പ്രദേശം നൽകിയ സംഭാവനകൾ ഓർമ്മകളാണ്. കോഴിക്കോടിന്റെ സാഹിത്യ പാരമ്പര്യത്തിലും എല്ലാവരെയും പോലെ ഒരു രാമമേനോന്റെ പത്രാധിപത്യത്തിലുള്ള 84-ലെ കൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ സമുദായങ്ങൾ ഉദ്ധരിക്കാൻ ജീവിതത്തിലുടനീളം പരിശ്രമിച്ച സി കൃഷ്ണ വക്കീലായിരുന്നു കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ്. ഇത് കോഴിക്കോടിന് മാത്രമല്ല, കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവിയാണ് യുനെസ്കോ കോഴിക്കോടിന് നൽകിയിട്ടുള്ളത്. ഈ പദവി അതിനർഹമാക്കുന്ന കോഴിക്കോടിനെ അർഹമാക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം സ്വാഭാവികമായി വന്നു ചേരുന്ന ഒന്നല്ല. ഈ പദവി കൈവരിക്കുന്നതിന് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച ഗൃഹപാഠമുണ്ട്, നല്ല മുന്നൊരുക്കമുണ്ട്. അതിന്റെ കൂടി ഫലമായിട്ടാണ് ഈ പദവി കോർപ്പറേഷന്, കോഴിക്കോട് നഗരത്തിന് ലഭിച്ചിട്ടുള്ളത്. ആ പദവി ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെയും സർക്കാരിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ബഹുമാന്യയായ മേയർ ഇവിടെ പറഞ്ഞു. ഈ കൂട്ടായ പ്രവർത്തനത്തിന്റെ നേട്ടമാണിത്. അതിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യയായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം അതിനുവേണ്ട എല്ലാ സഹായവും പിന്തുണയും നൽകിയ കിലയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയൽ അമൻ ഇവിടെ എത്തിയിട്ടില്ല. ഈ പ്രവർത്തനങ്ങളിലെല്ലാം തുടക്കം മുതൽ പങ്കാളിയായ കിലയിലെ അർബൻ ചെയറിന്റെ മേധാവി പ്രൊഫസർ അജിത് കാളിയത്ത് ഇവിടെയുണ്ട്. അവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ, ആ കിലയെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടിനെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ്. ഇങ്ങനെ അനേകം നേട്ടങ്ങൾ കേരളം കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ കൈവരിച്ചിട്ടുണ്ട് കേട്ടോ. ദേശീയ തലത്തിൽ, സാർവദേശീയ തലത്തിലൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കുണ്ട്. അതിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നേട്ടമാണ് ഈ സാഹിത്യ നഗര പദവി എന്നത്.
ഇന്ത്യയിലെ മഹാനഗരങ്ങൾ എടുത്താൽ, ചെറുതും വലുതുമായ അനേകം നഗരങ്ങൾ എടുത്താൽ, ഒരുപക്ഷെ കോഴിക്കോട് വിസ്തൃതി കൊണ്ട് ജനസംഖ്യ കൊണ്ടൊക്കെ ഒരു ചെറിയ നഗരമാണ്. കേരളത്തിലെ പോലും തിരുവനന്തപുരമോ കൊച്ചിയോ ആയിട്ട് താരതമ്യപ്പെടുത്തിയാൽ ചെറിയ നഗരമാണ് കോഴിക്കോട്. ഇപ്പൊ സാഹിത്യ പദവിയുടെ കാര്യത്തിൽ നോക്കിയാൽ പലരും അത്ഭുതപ്പെടുന്നുണ്ടാവും. കൊൽക്കത്ത പോലൊരു നഗരത്തെ പിന്നിലാക്കി കോഴിക്കോടിന് പദവി സ്വന്തമാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് എന്ന്. കൊൽക്കത്തയിൽ ജീവിച്ചത്രയും സാഹിത്യ, സാംസ്കാരിക, സംഗീത, ചലച്ചിത്ര പ്രതിഭകൾ എണ്ണം കൊണ്ട് നോക്കിയാൽ അത്രയും കോഴിക്കോട് ഉണ്ടാവില്ല. കാരണം കൊൽക്കത്ത അത്രയും വലിയ ഒരു നഗരമാണ്. അവിടെ ഉണ്ടായത്ര പുസ്തകങ്ങൾ, പ്രസാധകർ, നാടകാവതരണങ്ങൾ, സംഗീത പരിപാടികളുടെ അവതരണങ്ങൾ എണ്ണം കൊണ്ട് നോക്കിയാൽ കോഴിക്കോട് ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നിട്ടും കോഴിക്കോടിന് അവരെയെല്ലാം മറികടന്ന് ഈ പദവി കൈവരിക്കാൻ കഴിഞ്ഞതിൽ നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനിക്കാം. അതില് നഗരസഭയുടെ നല്ല കോഴിക്കോട് എന്താണ്, എന്തുകൊണ്ട് സാഹിത്യ നഗര പദവിക്ക് അർഹതയുണ്ട് എന്ന് യുനെസ്കോയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ആസൂത്രിതമായ ചിട്ടയായ പഴുതടച്ച പ്രവർത്തനമുണ്ട്. സാഹിത്യ നഗരമായി കോഴിക്കോടിനെ തെരഞ്ഞെടുത്തതിൽ കേരളമാകെ വലിയ സന്തോഷത്തോടുകൂടി ആ വാർത്ത സ്വീകരിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇതിനുവേണ്ടി പ്രവർത്തിച്ച മേയറുടെ നേതൃത്വത്തിലുള്ള ടീമിനെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു ലിറ്റററി സർക്യൂട്ട് ഒരു സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ലിറ്റററി സർക്യൂട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കോഴിക്കോട് നഗരത്തിന്റെ കൂടി ഭാഗമായ വേപ്പൂരായിരിക്കും എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്. ആ ലിറ്റററി സർക്യൂട്ട്, മലബാർ ലിറ്റററി സർക്യൂട്ട്, നിരവധി മലബാറിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ ഓർമ്മകളെ വർത്തമാന കാലഘട്ടത്തിൽ പരിചിതമാക്കുന്ന നിലയിലേക്ക് മാറ്റി തീർക്കുമ്പോൾ അതിൽ കോഴിക്കോട് പ്രധാന പങ്കുവഹിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ ഇനിയുമേറെ ജനങ്ങളെ ആകെ ആകർഷിക്കുന്ന ജനോപകാരപ്രദമായ കോഴിക്കോടിന്റെ ചരിത്രത്തെ വലിയ നിലയിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസത്തോടുകൂടി അതിനെല്ലാവിധ പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. ബഹുമാനപ്പെട്ട മേയർ. നഗരമാതാവിനും മറ്റ് സുഹൃത്തുക്കളും പി കെ ഗോപിയടക്കമുള്ള സുഹൃത്തുക്കളും എല്ലാവർക്കും സദസ്സിനും നമസ്കാരം. ആനക്കുളം സാംസ്കാരിക നിലയം സാഹിത്യ നഗര കേന്ദ്രത്തിന്റെ ഒരു പ്രധാന ആസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. അതിനെ കുറച്ചുകൂടെ എന്തെങ്കിലും താങ്കൾ ചെയ്യേണ്ടത് പേജ് പ്രകാശനം നോക്കി നമ്മളുടെ ആൾ ബുദ്ധിയേക്കാൾ മഹിമയുള്ളത് സൗന്ദര്യമുള്ളത് എന്ന് പറഞ്ഞത്